ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതികൾക്കെതിരെ ആദായ നികുതി വകുപ്പ് അന്വേഷണവും. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, തന്ത്രി കണ്ഠരര് രാജീവര് എന്നിവരുടെ നിക്ഷേപങ്ങളെക്കുറിച്ച് ആദായ നികുതി വകുപ്പും അന്വേഷണം ആരംഭിച്ചു. ED, SIT അന്വേഷണങ്ങൾക്ക് സമാന്തരമായാണ് അന്വേഷണം. വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിൽ പ്രതികളിൽ പലർക്കും നിക്ഷേപമുണ്ടെന്നും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനങ്ങൾ നടത്തിയെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. ലക്ഷങ്ങളും കോടികളുമെല്ലാം കൈകാര്യം ചെയ്യുമ്പോഴും ആദായനികുതി വകുപ്പിൽ നിന്ന് കണക്കുകൾ മറച്ചുവെച്ചിരുന്നു. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ കണ്ഠരര് രാജീവര് 2 കോടി രൂപ നിക്ഷേപിച്ചുവെന്നും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ടെന്നുമായിരുന്നു SIT കണ്ടെത്തിയത്. ആദായനികുതി കണക്കുകളിലൊന്നും ഉൾപ്പെടുത്താത്ത ലക്ഷങ്ങളുടെ ഇടപാടുകൾ പ്രതികളിൽ പലർക്കുമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദായനികുതി വകുപ്പ് അന്വേഷണം ആരംഭിച്ചത്. മുരാരി ബാബുവിൽ നിന്നും ആദായനികുതി വകുപ്പ് വിവരങ്ങൾ ശേഖരിക്കും. 2019-2025 കാലയളവിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ സ്വത്തുവകകളിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട്. 2021 ആഡംബര വീട് നിർമ്മിച്ചതിൽ സാമ്പത്തിക സ്രോതസ്സുകളിൽ കൃത്യമായ മറുപടി മുരാരി ബാബു EDക്കും നൽകിയിട്ടില്ല. ബംഗളൂരുവിലടക്കം വൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും ആദായനികുതി വകുപ്പ് അന്വേഷണമുണ്ട്. EDയിൽ നിന്നും ആദായനികുതി വകുപ്പ് വിവരങ്ങൾ ശേഖരിക്കും. ലഭിച്ചിരുന്ന വലിയ വരുമാനം തന്ത്രി കണ്ഠരര് രാജീവരും ആദായനികുതി വകുപ്പിൽ നിന്ന് മറച്ചുവെച്ചതായാണ് കരുതുന്നത്. ജനം, കൊച്ചി.